ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യൂണിക് ഫെദർ. അപ്പം സ്ലോവാക്യയിൽ സ്റ്റുഡൻ്റായിട്ട് വരാൻ നിൽക്കുന്ന ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. നമ്മുടെ വിസ ഇൻ്റർവ്യൂ എങ്ങനെയാണ്, യൂണിവേഴ്സിറ്റി ഇൻ്റർവ്യൂ എന്തൊക്കെയാണ് ചോദിക്കുന്നത്, ഇപ്പോൾ ഇത് ടഫാണോ, അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് എനിക്ക് റീസെൻ്റായിട്ട് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ഡോണ്ട് ബി പാനിക്. കാരണം ഇത് അത്ര വലിയ ടഫായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ കാര്യങ്ങളോ ഒന്നും തന്നെ അല്ല. ഫസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു സ്ലോവാക്യയുടെ ഫേസിൽ നിങ്ങൾക്ക് ടോട്ടൽ ഒരു 3 ഇൻ്റർവ്യൂ ആയിരിക്കും ടോട്ടൽ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഇപ്പം S2-ൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഈ 3 ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് അതിൽ എന്താ പറയുക, ലാസ്റ്റ് BLS എന്ന് പറഞ്ഞിട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ ഇൻ്റർവ്യൂ ഒന്നുമല്ല, ജസ്റ്റ് അവർ റെഗുലറായിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ കുറച്ച് ഫ്ലുവൻസി ഉണ്ട്, നമുക്ക് സംസാരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഇൻ്റർനാഷണൽ ഓഫീസറുണ്ട്. അവർ നിങ്ങൾക്ക് ഒരു ഗൂഗിൾ മീറ്റിലോ സൂമിലോ എന്തിലെങ്കിലും ഒരു ഇൻ്റർവ്യൂ എടുക്കും. അതേ സെയിം ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും, മേ ബി നിങ്ങൾക്ക് അതേ ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് എംബസിയിലും ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ റീസെൻ്റായിട്ട് ചോദിക്കുന്ന കുറച്ച് റെഗുലറായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തുകൊണ്ട് സ്ലോവാക്യ ചൂസ് ചെയ്തു, എന്തുകൊണ്ട് ഈ കോഴ്സ് ചൂസ് ചെയ്തു, എന്തുകൊണ്ട് ഈ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തു, അങ്ങനെയൊക്കെ ആയിട്ടുള്ള റീസെൻ്റായിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്. പിന്നെ നമ്മുടെ ഫണ്ട് ചെയ്യുന്നത് ആരാണ് നമ്മുടെ സ്പോൺസർ, നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താണ്, അതായത് നമ്മൾ പഠിച്ചതിന് ശേഷം തിരിച്ചു പോകുമോ അതോ ഈ ഒരു കൺട്രിയിൽ തന്നെ സ്റ്റേ ചെയ്യാനാണോ പ്ലാൻ, അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും അവർ ചോദിക്കുന്നത്. ഇതിനെല്ലാം നമുക്ക് ഒരു റിപ്ലൈ നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ. നമുക്കതിനകത്ത് കൂടുതലായിട്ടൊന്നും നമുക്കതിനകത്ത് ടെൻഷൻ അടിക്കേണ്ടതോ, ഈ പറഞ്ഞത് കണക്ക് പലരും മെസ്സേജ് അയച്ചിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്, നമ്മൾ ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് കണ്ണിലോട്ട് തന്നെ നോക്കണോ, കണ്ണ് താഴാൻ പാടുണ്ടോ, അങ്ങനെയൊന്നും ഒരിക്കലും ഇല്ല. പിന്നെ ഒരു കമ്പാരിറ്റീവ്ലി നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലെ കണക്ക് ഇൻഷർട്ട് ചെയ്ത് പോയി ടൈയും കെട്ടി അതിലെന്നുണ്ടെങ്കിൽ ക്ലീൻ ഷേവ് ചെയ്ത് പോയിരിക്കേണ്ടതെന്ന് ഒരു ആവശ്യവും നമുക്ക് വരുന്നില്ല. നമ്മുടെ നോർമലായിട്ടുള്ള കാഷ്വൽസും കാര്യങ്ങളും എല്ലാം തന്നെ യൂസ് ചെയ്യാം. നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് ബെറ്ററായിട്ട് നമ്മുടെ ഒരു പേഴ്സണാലിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് പോവുക, ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ പാനിക് ആവാൻ വേണ്ടിയിട്ടുള്ള യാതൊരു കാര്യങ്ങളും നമ്മുടെ ഈ ഒരു ഇൻ്റർവ്യൂവിലില്ല. പിന്നെ ഇൻ്റർനാഷണൽ ഓഫീസർ ആണെന്നുണ്ടെങ്കിലും അത് കഴിഞ്ഞിട്ട് എംബസി ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചുകൂടെ പ്രിപ്പയർ ആയിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം അവർക്ക് നമ്മളോട് എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഇപ്പോൾ എൻ്റെ കൂടെയുള്ളൊരു പയ്യൻ്റെ അടുത്ത് എംബസിയിൽ ചെന്ന സമയത്ത് അവനോട് ചോദിച്ചത് സ്ലോവാക്യയിൽ എത്ര മലയാളി റെസ്റ്റോറൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന കടകളില്ലാത്തത് കൊണ്ട് നിങ്ങളെങ്ങനെ ഇന്ത്യൻ ഫുഡ് അല്ലെങ്കിൽ ഫുഡ് കഴിക്കും, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ മേ ബി എന്താ പറയുക, അവർക്ക് എന്തും ചോദിക്കാം നമ്മളോട്. അപ്പോൾ ഇതിനെല്ലാം നമുക്കൊരു എന്താ പറയുക, ഒരു ആൻസർ ചെയ്യാനായിട്ടുള്ളൊരു ഇംഗ്ലീഷ് അറിയാമെന്നുണ്ടെങ്കിൽ അത് മതി. അതിൽ കൂടുതലൊന്നും നിങ്ങൾ വെറി ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ ടെൻഷൻ അടിച്ച് ഇത്രയും എന്താ പറയുക റിസർച്ച് ചെയ്യേണ്ടയോ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്കായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതൊന്ന് പ്രിപ്പയർ ചെയ്യുക. ബാക്കി അല്ലാതെ നിങ്ങളെ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാനായിട്ട് കുറച്ച് റെഡി ആയിരിക്കുക, അത് മാത്രമേ ഉള്ളൂ. സോ ഇവിടെ സ്ലോവാക്യയിലേക്ക് സ്റ്റുഡൻറ്റ് വിസ നോക്കുന്ന എല്ലാവർക്കും തന്നെ ഒരു ഓൾ ദ ബെസ്റ്റ് കൂടി പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുന്നു. സൈനിങ് ഓഫ് യൂണിക് ഫെദർ.